കശ്മീരിൽ കുടുങ്ങിയ കേരളീയർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനു വേണ്ട സൗകര്യങ്ങൾ ആക്രമണം ഉണ്ടായി അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ടെന്നും സഹായം ആവശ്യമായവർക്കും ബന്ധുക്കളെ സംബന്ധിച്ച വിവരം തേടുന്നവർക്കും ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതിനും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും സൗകര്യം ഒരുക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ ലഭിച്ച 49 രജിസ്ട്രേഷനിലൂടെ 575 പേർ കശ്മീരിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും യാത്രാ സഹായം, ചികിത്സാ സഹായം, ആഹാരം എന്നിവ വേണ്ടവർക്ക് അവ സജ്ജമാക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുവെന്നും ഡൽഹിയിൽ എത്തുന്നവർക്ക് സഹായങ്ങൾ നൽകാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തുടർ യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും സജ്ജമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. കുറിപ്പ് ഇങ്ങനെയാണ്: ജമ്മു കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്നും രാജ്യം മുക്തമായിട്ടില്ല. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ മനോഹരമായ കശ്മീരിന്റെ ജീവിതം ഇനിയും രക്തപങ്കിലമായി കൂടാ. വിനോദസഞ്ചാരത്തിനെത്തിയ നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. മാനവരാശിക്ക് തന്നെ എതിരായ കടന്നാക്രമണമാണ് ഇത്. അവിടെ ജീവൻ നഷ്ടമായവരിൽ ഒരു മലയാളിയും ഉണ്ടെന്നത് നമ്മുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മനസാക്ഷിയെ ഞെട്ടിച്ച ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. ഇത്തരം ആക്രമണങ്ങളെയും അവർക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചരണങ്ങളെയും ഒറ്റക്കെട്ടായി നാം ഓരോരുത്തരും ചെറുക്കേണ്ടതുണ്ട്. ഇനിയൊരു പഹൽഗാം ആവർത്തിക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാമെന്ന് പിണറായി വിജയൻ കുറിച്ചു. പഹൽഗാം ആക്രമണം അത്രമേൽ കശ്മീരിനെയും കശ്മീർ ജനതയെയും കീഴ്മേൽ മറിച്ചിരിക്കുന്നു. 35 വർഷത്തിനിടെ ഇതാദ്യമായി കശ്മീരിലെ സകല കടകളും അടഞ്ഞുകിടന്നു. പള്ളികളിലെ ഉച്ചഭാഷിണികളിൽ നിന്ന് കടകൾ അടക്കാനും പ്രതിഷേധിക്കാനും മരിച്ചവർക്കായി അനുശോചിക്കാനും ആഹ്വാനം ഉയർന്നു. വ്യാപാര സംഘടനകളെല്ലാം ബന്ദിന് അനുകൂലമായിരുന്നു. തെരുവുകളിൽ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. നാഷണൽ കോൺഫറൻസ്, PDP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മതസംഘടനകളുടെ കൂട്ടായ്മയായ മുത്തഹിദെ മജ്ലിസ് ഉലമയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. കശ്മീരികളല്ലാത്തവർ ടൂറിസ്റ്റുകളായി വന്ന് ഇവിടെ താമസം ഉറപ്പിക്കുന്നു, അത് സമ്മതിക്കില്ല എന്നൊക്കെ നിലപാടെടുത്തിട്ടുള്ള TRF അവകാശപ്പെടുന്നത് യഥാർത്ഥ കശ്മീരികൾക്ക് വേണ്ടിയാണ് പോരാട്ടമെന്നാണ്. എന്നാൽ നാടു കാണാൻ എത്തിയ പാവം മനുഷ്യരെ വെടിവെച്ചിട്ടവർക്കെതിരെ ഉയർന്ന പ്രതിഷേധം വിഘടനവാദം ഉയർത്തുന്ന ഭീകരവാദികൾക്കുള്ള ഒരു നാടിന്റെ മുന്നറിയിപ്പാണ്. വർഷങ്ങൾക്കിപ്പുറം പ്രതീക്ഷയുടെ വെട്ടം കണ്ട് സ്വസ്ഥ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയതാണ് അവർ. താഴ്വരയുടെ സൗന്ദര്യത്തിന് പല ഭാഷകളുടെ വൈവിധ്യം പുതിയ നിറങ്ങൾ നൽകുന്നത് കണ്ട് സന്തോഷിച്ചവരാണ്. ദാൽ തടാകത്തിലെ ശിക്കാരകൾക്കുള്ള കാത്തിരിപ്പ് കണ്ട് ആനന്ദിച്ചവരാണ് അവർ. പുതിയൊരു കാലത്തിനായി പതുക്കെ നടന്നു തുടങ്ങിയ നാടിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് ബൈസരൻ വാലിയിൽ മുഴങ്ങിയ വെടിയൊച്ചകളിൽ വീണുടഞ്ഞത്.